നമസ്കാരം. ധ്വനി ഉത്തമൻ. ഞാൻ പഠിച്ച എൻ്റെ സ്കൂള് 60 വർഷക്കാലത്തിലേറെ പഴക്കമുള്ള പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നും +1 +2 വിഭാഗത്തിൽ സയൻസ് ഗ്രൂപ്പ് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പോലും. ഉയർന്ന വിദ്യാഭ്യാസം ലക്ഷ്യമിടുകയോ അല്ലെങ്കിൽ സ്വപ്നം കാണുകയോ ചെയ്യുന്ന പീച്ചി മലയോര മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അതിനേക്കാൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ, അവരുടെ ആഗ്രഹമായിട്ടുള്ള ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്, നേഴ്സ്, അതെല്ലാം യാഥാർത്ഥ്യമാക്കാനായിട്ട് +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നതിനായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നത് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലോ അല്ലെങ്കിൽ അവിടെ നിന്നും ദൂരെയുള്ള കട്ലപ്പൂവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലോ, അതും അല്ലെങ്കിൽ തൃശ്ശൂരിനപ്പുറത്തേക്ക് യാത്ര ചെയ്ത് പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. പീച്ചി എന്നത് ഒരു ട്രൈബൽ ഏരിയയാണ്. ഈ ട്രൈബൽ ഏരിയയിൽ നിന്നും ഇത്ര ദൂരത്ത് പോയി കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു വരിക എന്നത് വളരെ കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഇതേ സ്കൂളിൽ, ഇതേ പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന ബഡ്ജറ്റിൽ 3 കോടി ചെലവിട്ടാണ് ഓഡിറ്റോറിയം പണിയാൻ തീരുമാനമായിട്ടുള്ളത്. 3 കോടി മുടക്കി ഓഡിറ്റോറിയം പണിയാമെങ്കിൽ 30-40 ലക്ഷം മുടക്കി ഒരു +2 സയൻസ് ഗ്രൂപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? 60 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു സ്കൂളിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് +2 സയൻസ് ഗ്രൂപ്പ് കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത്. നമുക്ക് ഏറ്റവും ആവശ്യം ഓഡിറ്റോറിയം അല്ല, അതിനേക്കാളും ആവശ്യം നമുക്ക് +2 സയൻസ് ഗ്രൂപ്പ് തന്നെയാണ്. 30 ലക്ഷമോ 40 ലക്ഷമോ രൂപ മുടക്കിയാൽ നമുക്ക് ഒരു സയൻസ് ഗ്രൂപ്പ് കൂടി ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഓഡിറ്റോറിയം വന്നാൽ അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റാം എന്നല്ലാതെ കൂടുതൽ വലിയ പ്രയോജനങ്ങളൊന്നും കാണാനില്ല. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സമുച്ചയങ്ങൾ, കോടികൾ മുടക്കി കൊണ്ടുവന്നിട്ടുള്ള സമുച്ചയങ്ങളൊക്കെ ഇന്ന് ഏതവസ്ഥയിലാണ് എന്നത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ്. ശരി, അപ്പം മന്ത്രി പറയുന്നത് പ്രതിസന്ധിയില്ല, അത് രാഷ്ട്രീയ പ്രചരണങ്ങളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം +1 +2 പ്രവേശനത്തിന് 120 അഡ്മിഷൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ ഓരോ വർഷത്തെയും അഡ്മിഷൻസ് എടുത്ത് നോക്കുമ്പോൾ 2012 തൊട്ട് നോക്കുകയാണെങ്കിൽ 124, 125, 133 അഡ്മിഷൻസ് ഒക്കെയാണ് 2019 എടുത്തിട്ടുള്ളത്. ഈ എക്സ്ട്രാ വരുന്ന അഡ്മിഷൻസ് അവരിൽ നിന്ന് പണം വാങ്ങിയിട്ടുമുണ്ട്. അവർക്ക് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിവരാവകാശം വഴിയാണ്. 120 അഡ്മിഷൻസ് ഉള്ളിടത്ത് 133 അഡ്മിഷൻസ് വരെ എടുക്കുമ്പോൾ ആ എക്സ്ട്രാ വന്നിട്ടുള്ള കുട്ടികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പേയ്മെന്റ്, അതാരാണ് ആ പണം വാങ്ങിയിട്ടുള്ളത്, ഇവർക്ക് ആരാണ് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് എന്ന ഡീറ്റെയിൽസ് കൂടി പറയേണ്ടതുണ്ട്. ആ കാലയളവിൽ 2007 മുതൽ 2023 വരെയുള്ള PTA പ്രസിഡന്റുമാർ ആരെല്ലാമായിരുന്നു എന്ന് വിവരാവകാശം ചോദിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് CPI CPMന്റെ ലോക്കൽ ഏരിയ മെമ്പേഴ്സൊക്കെയാണ് അവിടുത്തെ പ്രസിഡന്റുമാരായിട്ടിരുന്നിട്ടുള്ളത്. 2 വർഷം വരെയൊക്കെയാണ് PTA പ്രസിഡന്റുമാർക്ക് ഭരണസമിതിയിൽ ഇരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എങ്കിൽ ഇവിടെ 8 വർഷം വരെയൊക്കെയാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് അഡ്മിഷൻസ് എക്സ്ട്രാ എടുത്തിട്ടുള്ള അഡ്മിഷൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ വിവരാവകാശത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് അത് ബ്ലാങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ പ്രതിസന്ധി ഇല്ലാത്തടത്ത് കുട്ടികളുടെ ഭാവി വെച്ച് ഇങ്ങനെ പന്ത് കളിക്കുന്നത്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. രാഷ്ട്രീയമായിട്ടൊന്നും ചോദിക്കുന്നില്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്.